Hi friends, welcome to Garam Masala, the magic spices of cooking. ചേന ഫ്രൈ. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ചേന ഫ്രൈ തയ്യാറാക്കാം. ഇത് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ ചേനയാണ് എടുത്തിട്ടുള്ളത്. ചേനയെ ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഇതിനെ 10 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. ഈ ചേനയിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം. 6 മുതൽ 10 മിനിറ്റ് വരെ മാത്രം ചേന വെന്ത് വന്നാൽ മതിയാകും. ചേന ഹാഫ് കുക്കായാൽ മതി. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചേനയെ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ചേന ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിനുവേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ ചേനയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ചേന ഫ്രൈ നല്ല ക്രിസ്പി ആകണമെങ്കിൽ ഇതിലോട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനെ നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് എണ്ണ ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചേന ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ചേന ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചേനയുടെ പുറം ഭാഗമെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനെ 2-3 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്യണം. നമ്മുടെ കറിവേപ്പില കൂടെ ഒന്ന് ക്രിസ്പി ആയി വരട്ടെ. അതിനുശേഷം നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചേന കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചേന ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.